അനശ്വരവുമായ മുഹൂർത്തങ്ങൾക്ക് വർണ്ണപ്പകിട്ട് ചാർത്താൻ വിശ്വോത്തര വസ്ത്രശ്രേണി. ബെഡ്ഷീറ്റുകൾ അല്ല ഇതൊക്കെ 2 ബെഡ്ഷീറ്റ് 4 കിലോ 1000 രൂപയാണ്. നല്ല ഗിറ്റാർ അല്ലേ. ഓട്ടോറിക്ഷ നോക്കാം, അടിപൊളി ഉണ്ടോ. ഓട്ടോ കണ്ടോ, ഇതിലൊരാളൊക്കെ ഇരുന്നിട്ട് പോകണുണ്ടോ ഓട്ടോയിൽ. വയ്യ. അപ്പോൾ ഒരു ഐസ്ക്രീം ആയാലോ. ഹാപ്പി ആകുമ്പോൾ ഈ ഭാഗത്തൊക്കെ കുലുക്കി സർബത്തൊക്കെ ഉണ്ട്. കുലുക്കി സർബത്തുകളൊക്കെയാണ് ഈ ഭാഗത്ത് കിട്ടണത്. പിന്നെ നേരെ പോവാം. നമ്മൾ പേരൊക്കെ ഗെയിമിൽ പങ്കെടുക്കണം. ഗെയിമിൽ പങ്കെടുക്കാൻ പോവാണ് ഞാൻ ഗെയിമിൽ. അപ്പോൾ ഗൈസ് ഞങ്ങളിന്ന് നിൽക്കുന്നത് തൃശ്ശൂരാണ് കേട്ടോ. വടക്കുംനാഥൻ്റെ മുന്നിലാണ് നിൽക്കുന്നത്. ഇത് കണ്ടില്ലേ, ഇത് നമ്മുടെ തൃശ്ശൂർ പൂരത്തിനുള്ള പന്തൽ, വടക്കുംനാഥൻ്റെ ക്ഷേത്രത്തിൻ്റെ ഫ്രണ്ടിലുള്ള പന്തലിൻ്റെ വർക്കുകളൊക്കെ നടക്കുകയാണ് ഗൈസ്. അപ്പോൾ ഇത് ഗണപതി അമ്പലത്തിൻ്റെ, ശ്രീ മഹാഗണപതി അമ്പലത്തിൻ്റെ ഫ്രണ്ടിലാണ് നിൽക്കുന്നത്. ഇതാണല്ലേ, അവിടെയായിട്ട് എക്സിബിഷന് വേണ്ടിയിട്ട് വന്നതാണ്. ആ ഭാഗത്താണ് എക്സിബിഷൻ. അപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് പോകാണ്ട് ഗൈസ്. വടക്കുംനാഥൻ്റെ മണ്ണിലേക്ക് വന്നിരിക്കുകയാണ് ഗൈസ്. വടക്കുംനാഥ ക്ഷേത്രത്തിൽ പോയി ഭഗവാനെ ഒന്ന് തൊഴുതണം. അതോടൊപ്പം തന്നെ നമുക്ക് എക്സിബിഷൻ മെയിനായിട്ട് ഇവിടെ നല്ല ഓഫറും കാര്യങ്ങളൊക്കെ ഉള്ളൊരു എക്സിബിഷൻ ആണല്ലോ തുടങ്ങിയിരിക്കുന്നത്. ഈ വടക്കുംനാഥൻ പൂരത്തോടനുബന്ധിച്ചിട്ടുള്ള എക്സിബിഷൻ. അപ്പോൾ അങ്ങോട്ടും പോവാട്ടെ കേസ്. വേറെ പോകുന്നു. അപ്പോൾ തൃശ്ശൂർ പൂരത്തിന് മുന്നോടിയായിട്ട് തൃശ്ശൂർ പൂരം എക്സിബിഷൻ ഇവിടെയാണ് കേസ് നടക്കുന്നത്. അപ്പോൾ ആകർഷകമായ ഒരുപാട് ഓഫറും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ എന്തായാലും നമുക്ക് അകത്ത് പോയിട്ട് അതിൻ്റെ എക്സിബിഷനൊക്കെ കാണാമല്ലേ സോ. അവിടെയാണ് ടിക്കറ്റൊക്കെ എടുക്കണം കേട്ടോ. നമ്മുടെ പാർക്കിംഗ് ഒക്കെ വരുന്നത് തൃശ്ശൂർ പൂരം എക്സിബിഷൻ ഹാളിൻ്റെ നേരെ ഈ ഭാഗത്തേക്കൊക്കെയാണ് കേട്ടോ. ഇവിടെയൊക്കെ ബൈക്കുകൾ, കാറുകളൊക്കെ ഇവിടെ നമുക്ക് പാർക്ക് ചെയ്യാൻ പറ്റും. സൂര്യ നോക്ക് സാർ. പാറമേക്കാവ് അമ്പലത്തിൻ്റെ നേരെ ഓപ്പോസിറ്റായിട്ടാണ് തൃശ്ശൂർ പൂരം എക്സിബിഷൻ നടക്കുന്നത്. അപ്പോൾ ഒരുപാട് കമ്പനികൾ ഇവിടെ എക്സിബിഷൻ നടത്തുന്നുണ്ട് കേട്ടോ കേസ്. അപ്പോൾ നമുക്ക് അവിടെ പോയിട്ട് എല്ലാത്തിൻ്റെയും ഓഫറും കാര്യങ്ങളും ഒക്കെ നോക്കിയിട്ട് വരാട്ടെ കേസ്. അടിപൊളി ഒരു പരിപാടിയല്ലേ ഈ തൃശ്ശൂർ പൂരത്തിന്. എല്ലാ വർഷവും ഇവിടെ എക്സിബിഷൻ നടത്തുന്നത് ഒരു വമ്പൻ സംഭവമാണ്. അപ്പോൾ എന്തായാലും നമുക്ക് അവിടെ പോയിട്ട് അതിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കാം. ആദ്യം ടിക്കറ്റൊക്കെ എടുക്കണം എന്ന് തോന്നുന്നു കേസ്. അപ്പോൾ നമ്മൾ ടിക്കറ്റൊക്കെ എടുത്തിട്ടാണ് കേസ് അങ്ങോട്ട് പോകാൻ നിൽക്കുന്നത്. ഓക്കെ. നമ്മൾ ഫസ്റ്റ് കയറി വരുമ്പോൾ തന്നെ കുലുക്കി സർബത്തും ഫ്രഷ് ലൈം സോഡയും അങ്ങനെ ഫ്രഷ് ജ്യൂസുകളാണ് കേസ് ഇവിടെ കാണുന്നത്. സോഡ വേണം. ശക്തി പ്രവാഹം ഹൈക്കോൺ 30-ലധികം വർഷങ്ങളുടെ സേവന മികവിനാൽ ധന്യമായ പാരമ്പര്യം, ഉന്നത അവിടെ പോയിട്ട് ടിക്കറ്റ് ഒക്കെ എടുക്കാൻ വേണ്ടി പോയിരിക്കുകയാണ്. ആ ഭാഗത്താണ് തൃശ്ശൂർ പൂരം എക്സിബിഷൻ 2025. ഇപ്പോൾ നമ്മൾ കയറി വരുമ്പോൾ തന്നെ ഐ ലവ് തൃശ്ശൂർ പൂരം എക്സിബിഷൻ എന്നുള്ള ഇവിടെ ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ട്. പിന്നെ ഈ സൈഡ് നോക്കുകയാണെങ്കിൽ തലകാണികളും ബെഡ്ഷീറ്റുകളൊക്കെയാണ് കേട്ടോ അതിനകത്ത് അല്ലേ. ഫസ്റ്റ് ഫ്രണ്ടിൽ തന്നെ 3 ബെഡ്ഷീറ്റും 6 പില്ലോ കവറും 1000 രൂപയാണ്. നോക്കൂ ബെഡ്ഷീറ്റുകൾ അല്ലേ. അത് 3 ബെഡ്ഷീറ്റ് 6 പില്ലോ കവർ 1000 രൂപ. ഈ ഫ്രണ്ടിൽ ഫുള്ള് ബെഡ്ഷീറ്റും കാര്യങ്ങളൊക്കെയാണ്. ഇനി അകത്ത് പോയി കഴിഞ്ഞാൽ എന്താണെന്ന് നോക്കാം അല്ലേ. നീ നടന്നു. ഇവിടെ ഫുള്ള് തിരക്കാണല്ലോ. കുട്ടികളുടെ കളിപ്പാട്ടങ്ങൾ അല്ലേ. ഇതാ മോതിരം കമ്മലുകൾ കുട്ടികളുടെ ഐറ്റംസ്, കളിപ്പാട്ടങ്ങൾ, അതൊക്കെയാണ് ഇവിടെ. നല്ല തിരക്കാണ്. അതേ നടക്കുന്നു. ഈ ഭാഗത്തൊക്കെ ഫുള്ള് തിരക്കാണ് അല്ലേ. എക്സിബിഷൻ ഹാൾ ഇന്ന് നല്ല വൈകുന്നേരത്താണ് തിരക്കില്ല. ഈ ഭാഗത്ത് കാറുകൾ, കുട്ടികൾക്കുള്ളത് നോക്ക്. മോതിരങ്ങൾ,
കുറച്ച് ഇപ്പുറത്ത് വന്നു കഴിഞ്ഞാൽ നമുക്ക് സുഖമായിട്ട് ഇരിക്കാൻ പറ്റുന്ന സോഫകളാണ് കേട്ടോ. അലമാരകളും സോഫകളും ഇതാ ടീപ്പോയും ആഹാ ഡൈനിങ് ടേബിൾ നോക്ക് നല്ല രസമുണ്ട് അല്ലേ. ഗ്ലാസിൻ്റെ ഡൈനിങ് ടേബിൾ നോക്ക്, ചെയർ നോക്ക്, ഇങ്ങനെ കയറ്റി വെക്കാൻ പറ്റിയ ഡൈനിങ് ടേബിളുകൾ നല്ല ഭംഗിയുണ്ട് കേട്ടോ. അതെ അതെ, ചെയറുള്ളത് അറിയില്ല അല്ലേ, അകത്ത് കയറ്റി വെക്കാൻ പറ്റുന്ന പോലത്തെ അല്ലേ. ഇവിടെയൊക്കെ രാജസ്ഥാൻ റോയൽ പ്രിൻ്റ് എലാസ്റ്റിക് ബെഡ്ഷീറ്റൊക്കെ ഉണ്ടായി ആണല്ലേ. ഇതൊക്കെ 2 ബെഡ്ഷീറ്റ് 4 കിലോ 1000 രൂപയാണ്. പിന്നെ ഈ ഭാഗത്തൊക്കെ ഫുള്ള് പാത്രങ്ങളൊക്കെ ഉണ്ട്, ഗ്ലാസ്സുകളും പാത്രങ്ങൾ അല്ലേ. അരിപ്പികൾ, അരിപ്പിയല്ല വേണം വന്നത്. ഇതൊക്കെ എത്രയാ? ഇതൊക്കെ 80 രൂപയുള്ള വേണ്ടോ അല്ലേ. ഇവിടെയൊക്കെ നമുക്ക് അടിപൊളി ആനപ്പട്ടങ്ങൾ അല്ലേ, കോട്ടൺ സോക്സും. ഇതൊക്കെ എന്താ? ഹാൻഡിക്രാഫ്റ്റ്സ്, മരത്തിൻ്റെയാണത്. അതൊക്കെയാണ് ഈ ഭാഗത്തുള്ളത് അല്ലേ. വേർത്ത് ഇപ്പം തന്നെ സോക്സ്, കോട്ടൺ സോക്സ് ഒക്കെ 100 രൂപ 3 ജോഡിക്ക്. നമുക്ക് ഇങ്ങനെ ആക്കുന്നതാണ് അല്ലേ. എത്ര രൂപയാണ്? 300. ഓ അങ്ങനെ അല്ലേ. നമ്മളെങ്ങനെ ഇട്ടിട്ട് 300 രൂപ എടുത്താ ആണോ? അല്ല വേണ്ട വേണ്ട വേണ്ട, ഇത് ഞാൻ കണ്ടിട്ടില്ല. പിന്നെ വരാട്ടോ. ഇതൊക്കെ 300 രൂപ. ഇതൊക്കെ ക്യാപ്പുകളും ദാഹ നോക്ക്, മേലെ നോക്ക്, 6 കപ്പ് 150 രൂപ. കാണാൻ തന്നെ നോക്ക്, തൂക്കി വെച്ചിരിക്കുന്നില്ലേ. ഈ ഭാഗത്ത് ഫുള്ള് കപ്പുകളാണ് കേട്ടോ. കപ്പുകൾ 6 കപ്പ് 200. നല്ല ഇത് നോക്ക്, ഭരണി ഭരണി ഉണ്ടാ, കൊള്ളാം, അടിപൊളി കേട്ടോ. പിന്നെ ഇവിടെയൊക്കെ ടോപ്പുകളൊക്കെയാണ്. ടോപ്പ് 350 രൂപ. കുട്ടികളുടെ അല്ലേ, കുട്ടികളുടെ ഉടുപ്പൊക്കെ നോക്ക് 250 രൂപ. കുട്ടികളുടെ നോക്ക്, കുട്ടികളുടെ നല്ല അടിപൊളി കോട്ടൺ ഡ്രസ്സുകളാണ് കേട്ടോ. 250 രൂപ. ആഹാ, അത് നോക്ക്, നല്ല കളക്ഷൻ അല്ലേ. ഫുള്ള് ക്യൂടെക്സുകളും വളയും മാലയും അല്ലേ, അതൊക്കെയാണ് കേട്ടോ ഇവിടെ. ഈ എക്സിബിഷന് വന്നു കഴിഞ്ഞാൽ നമുക്ക് എല്ലാ സംഭവങ്ങളും ഇതിനകത്തുണ്ട്. നമുക്ക് വാങ്ങാൻ പറ്റിയ എല്ലാ സംഭവങ്ങളും ഉണ്ട് അല്ലേ. അതൊക്കെ ടോയ്സ്, കുട്ടികളുടെ കാറുകൾ, ABC. ഇവിടെ നല്ല അടിപൊളി കമ്മലുകളൊക്കെയാണ് കണ്ടാ, നല്ല ഭംഗിയുള്ള കമ്മലുകൾ. അതാ വേണ്ടേ സൗ? അപ്പോൾ സൗമ്യ കമ്മൽ നോക്കാം കേട്ടോ. ആ അടിപൊളിയായിരുന്നില്ലേ. എത്ര രൂപ? 80 രൂപ. നല്ല ഭംഗിയുണ്ട് കേട്ടോ. ഇവിടെയാണ് ബാഗുകളൊക്കെ ഉണ്ട്. അവിടെ ഹാൻഡ് ബാഗുകളും എത്രയാണ്? ഓ ഇല്ലല്ല വേണ്ട, ബാ അത് വേണ്ട സർ. ഇവിടെയൊക്കെ ഹാൻഡ് ബാഗുകളാണ്. വേണോ പേഴ്സ് വേണോ അമ്മേ? അപ്പോൾ ഇതിന് കുറച്ചും കൂടി ഫ്രണ്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ അടിപൊളി ചെരുപ്പുകൾ കേട്ടോ. ഓ സൂപ്പറായിട്ടല്ലോ, രാജസ്ഥാൻ ചെരുപ്പുകൾ അല്ലേ. നോക്ക് നല്ല ഭംഗിയില്ല. ലൈറ്റ് വെയിറ്റുള്ള ചെരുപ്പുകളും ഷൂകളൊക്കെയാണ് ഇവിടെ. നമുക്ക് ഷൂകളൊക്കെ ഉണ്ട് അല്ലേ. ഇതൊക്കെ ഇത്ര ഇതെത്ര? അല്ല
വേറെ റേറ്റ് 350. ഇതാ പഴയകാല മിഠായികൾ കണ്ടാ. നോക്കട്ടെട്ടാ, നോക്കാം. ഇതെന്ത് മറ്റേ മുട്ടായില്ലേ? ഇതാ സിഗരറ്റ് മുട്ടായി, ഇതാ പുളിമുട്ടായി, ഇതാ ഇതൊക്കെ പണ്ട് വാങ്ങുന്നത്. എലന്തി വട, ഇത് ആണല്ലേ ലാമ്പ് പോലത്തെ കോയം മുട്ടായി. അതിൻ്റെ അവിടെ ഇത് വേണ്ട ബട്ടലുകൾ നോക്ക്. ഇത് നോക്ക് നോക്ക്. മുളക് പുറംമാന്തി റെഡിയാ. അതെന്താ അത് പുറംമാന്തി? നമുക്ക് ഈച്ചപ്പശ എന്താ ഈച്ചയൊക്കെ വന്നു കഴിഞ്ഞാലേ അത് ഈച്ചപ്പശ. ഏതാണ് ഈച്ചപ്പശ? മടക്ക് കത്തി ഇതെന്താ? ചോക്ലേറ്റ് ടയർ. അതൊന്ന് നോക്കൂ സാർ. എത്ര രൂപയാണ്? എത്രയാ? ചോക്ലേറ്റിന്റെ മണമുണ്ട് അല്ലേ? ചോക്ലേറ്റിന് മണമുള്ളതാണ് കേട്ടോ. ഡയറിയാണിത്. 150 രൂപ കേട്ടോ. പേനയാ? കാലം കുട പോലത്തുള്ള പേനയാണ് കേട്ടോ. ഇതല്ലേ കാലം കുട പോലുള്ള പേന. അതവിടെ വെച്ചിരിക്കുന്നത്. കീ ചെയിൻ്റെ ബാഗുകൾ, അടിപൊളി കീ ചെയിനുകളൊക്കെ ഉണ്ടാകും. സോ കീ ചെയിൻ എന്തെങ്കിലും കണ്ടു കണ്ടോ ചോക്ലേറ്റ് ഡയറിയുണ്ട്. തുറന്നു നോക്ക് സാർ. ഓ ഇങ്ങനെ വരുന്നില്ലേ? അടിപൊളി. നല്ല മണമുണ്ട്. നല്ല മണം. ചോക്ലേറ്റിന് അതേ മണമുള്ള ചോക്ലേറ്റ് ഡയറിയാണ് കേട്ടോ. അത് വലിയ പേന, ഇത്തിരി നീളമുള്ള പേന കേട്ടോ. അവിടെ ഒരുപാട് സംഭവങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. മിഠായി പോലത്തെ റേസറാണ് കേട്ടത്. സൂപ്പർ. സൗദ് അവിടെ കൊള്ളാം അടിപൊളി. പിടി മതി. അപ്പോൾ അവിടെ അടിപൊളിട്ടാ പഴയകാല മിഠായികളും അല്ലേ? അത് നന്നായിട്ടുണ്ടായിരുന്നു. ഇവിടെയൊക്കെ നമ്മുടെ സീറ്റിൽ ഇരിക്കുന്നതും ഓക്കെ. ഇവിടെയൊക്കെ ദിവാൻ ഷീറ്റ്, ടേബിൾ മാറ്റ്, അങ്ങനത്തെ കാർപ്പറ്റുകളൊക്കെയാണ് കേട്ടോ. നല്ല മൂത്തുണ്ട്. പിന്നെ ഇങ്ങോട്ട് വന്നാലും നമ്മുടെ മാക്സിയും കോട്ടൺ മാക്സികളും നൈറ്റികളും പാൻറ്റുകളും ടോപ്പുകളൊക്കെ ഡ്രസ്സിൻ്റെ കേട്ടോ കളക്ഷനാണ് ഇവിടെ. അടിപൊളി ഡ്രസ് കളക്ഷനൊക്കെ ഉണ്ട് ഈ ഭാഗത്തും. ഈ പാൻറ്റുകൾ ഫുള്ള് 200 രൂപ. 200 രൂപ. ഇത് ലേഡീസിൻ്റെ പാൻറ്റുകളിൽ 200 രൂപ. ജീൻസ് പാൻറ്റ് നോക്കാം 650. ലേഡീസിൻ്റെ ഒക്കെ ഉണ്ട്, ജെൻസിൻ്റെ ഉണ്ട് തോന്നുന്നു അല്ലേ? 650. എല്ലാം ഫിക്സഡ് റേറ്റ് ആണ് കേസ്. ഇവിടെ നമ്മൾ വാങ്ങിയിട്ട് പോയിട്ട് തിരിച്ചുകൊണ്ടുവരാൻ പറ്റില്ല. അടിപൊളി ടോപ്പുകൾ അല്ലേ? ചുരിദാറുകൾ. ഈ ഭാഗത്ത് ഫുള്ള് സാരിയൊക്കെ ഉണ്ട് അല്ലേ? ഇത് സാരി അല്ലേ? ചുരിദാർ മെറ്റീരിയൽ, സാരി എല്ലാം ഉണ്ട്. ഇവിടെ വന്നു കഴിഞ്ഞാൽ അത് എന്താണിത്? കൊതുക് നിവാരണി. ഇതെന്താണ്? ഈച്ച ഉണ്ടെങ്കിൽ മാത്രം സ്പ്രേ ചെയ്യുക. ആയുർവേദ കൊതുക് തിരിയണം. ആയുർവേദ കൊതുക് നിവാരണി.
പല്ലികളായിട്ടുന്ന ഔഷധം അല്ലേ, അതൊക്കെ ഉണ്ട് കേട്ടോ. നമ്മുടെ ഇവിടെ വന്നു ഇതൊക്കെ വാങ്ങാൻ പറ്റും. ഇത് വെള്ളമാണ്. മുഖം കഴുകാൻ ഉപയോഗിക്കുന്ന ഒരു ആയുർവേദ സോപ്പാണ്. സോപ്പിന് ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കും. അതിൽ മുൾട്ടാണിമിട്ടി, കറ്റാർവാഴ, മഞ്ചിഷ്ടാതി, ചിനം, കസ്തൂരി മഞ്ഞൾ, ഇരച്ചന്ദനം, കോക്കനട്ട് ഓയിൽ, ഇത്ര ഐറ്റം ചേർന്ന ഒരു ആയുർവേദ കഷായ സോപ്പ്. ഇങ്ങനെ ക്രീമായിട്ടേ വരുള്ളൂ, പതയില്ല. സാധാരണ സോപ്പാണ് പതയുള്ളൂ. ഇത് ക്രീമായിട്ടേ വരുള്ളൂ അല്ലേ, പതയില്ല അല്ലേ. നമ്മുടെ കറുത്ത പാടുകളൊക്കെ പോകുന്ന പറയണം. നോക്കാട്ടെ, ക്രീമായിട്ട് വരുമ്പോൾ ഒന്ന് കഴുകിക്കളയാം. അപ്പോൾ നിങ്ങൾ ഈ മുഖത്തുണ്ടാകുന്ന കരിവാളിപ്പൊക്കെ ഉണ്ടാവില്ല, അതെ അതൊക്കെ ഒന്ന് പോയി നന്നായി. ഇവിടുത്തെ ആ കറുപ്പ് ഇതൊക്കെ പോയിട്ടുണ്ട്. സൺടാനൊക്കെ പോയതാണ്. എത്ര രൂപയാണിത്? സോപ്പിന് ഒരു 100 രൂപ. ഇത് 2 കൈ കൊണ്ട് വെച്ച് നോക്കണേ. വെച്ച് നോക്കുമ്പോൾ അറിയാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഈ ജെല്ലാണ് നമ്മൾ കറുത്ത പാടുകളൊക്കെ മാറ്റുന്നത്. 15 ദിവസം അടുപ്പിച്ച് യൂസ് ചെയ്യും. ഇത് റെഡ് സാൻഡിൽ, അലോവേര, സാഫ്രോൺ, മഞ്ചിഷ്ടാതി, ഇത്ര ഐറ്റംസ് ചേർന്ന് ജെല്ലത്. നൈറ്റിൽ ഉറങ്ങുന്നതിന് മുന്നായിട്ട് സോപ്പിട്ട് മുഖം കഴുത്തൊക്കെ ഒന്ന് വാഷ് ചെയ്യും. ജെല്ലൊന്ന് പറ്റി കൊടുക്കും. നെക്സ്റ്റ് ഡേ മോർണിംഗ് വാഷ് ചെയ്ത് കൊടുക്കും. അങ്ങനെ ഒരു 15 ദിവസം അടുപ്പിച്ച് ഉപയോഗിച്ച് പാടുകളൊക്കെ മാറി. മുഖത്ത്, കഴുത്തിൽ, കണ്ണിൻ്റെ അടിയിലൊക്കെ പാടുകൾ. ഇതെല്ലാം ഗവൺമെൻറ് അപ്രൂവലാണ്, ലൈസൻസ്ഡ് പ്രൊഡക്റ്റാണ്. ഇതാണ് ഐറ്റം. ഇതൊക്കെയാണ് ആ സോപ്പ്. സോപ്പ് ഒരാൾ മുഖം മാത്രം കഴുകാൻ ഉപയോഗിക്കുകയാണെങ്കിൽ ഒരു 4-5 മാസമൊക്കെ ഉപയോഗിക്കാൻ കിട്ടും സോപ്പ്. എന്നിട്ട് കുളിക്കുകയാണെങ്കിൽ സ്കിൻ സംബന്ധമായുള്ള അസുഖങ്ങളൊക്കെ ഉണ്ടെങ്കിൽ മാറി കിട്ടും. പിന്നെ അത് ഷേവ് ചെയ്യണമെങ്കിൽ ഷേവിങ് ക്രീമായിട്ട് ഉപയോഗിക്കും. ജെല്ല് ഇതാണ്. ഇത് കണ്ടില്ലേ, ഇതൊക്കെ ISO. രണ്ടും കൂടി 250. ഇത് ഞങ്ങൾ ഫോൺ നമ്പർ, ഞങ്ങൾ ഡോക്ടറെ ഫോൺ നമ്പർ കണ്ടു. ഉപയോഗിച്ച പാടുകളൊക്കെ മാറി കിട്ടും മേഡം. ഇത് ഗവൺമെൻറ് അപ്രൂവ്ഡ് പ്രൊഡക്റ്റാണ്. ഇത് കണ്ടില്ലേ, കാറിനൊക്കെ മാറാൻ 3 ദിവസം വേണ്ടി ഗ്യാരണ്ടി കൊടുക്കുന്നതാണ്. അതുപോലെ നിങ്ങൾ 15 ദിവസം ഉപയോഗിച്ചിട്ട് 16-ാം ദിവസം നിങ്ങൾക്ക് റിസൾട്ടിലേക്ക് കൊണ്ടുപോകും. ഇത് മാറി കിട്ടും. 4-5 മാസമല്ല പറയുന്നത്, 16 ദിവസം ഉപയോഗിച്ചിട്ട് നിങ്ങൾ മാറ്റത്തിലേക്ക് കൊണ്ടുപോകും. കോഴിക്കോട് ഹൽവ ഉണ്ട് കേട്ടോ. ആഹാ, നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. കോഴിക്കോട് ഹൽവകളാണ്, വെറൈറ്റി ആയിട്ടുള്ള ഹൽവകളാണ് ഇവിടെ ഈ ഭാഗത്തൊക്കെ ഉള്ളത് കേട്ടോ. പിന്നെ ഇതൊക്കെ ഇല്ലേ, നമുക്ക് വേദനകളൊക്കെ വന്നു കഴിഞ്ഞാൽ ചൂട് പിടിക്കുന്ന സാധനമാണ് ഇത്. വെള്ളം ചൂടാക്കിയിട്ട് നമ്മുടെ ദേഹത്തൊക്കെ വെക്കാൻ ചൂട് പിടിക്കുന്ന സാധനമാണ്. ഹോട്ട് ബാഗാണ് കേട്ടോ. വേദന നല്ല ഗിറ്റാർ അല്ലേ. കുട്ടികളുടെ LCD ഡ്രോയിങ് പെൻ കേസാണ്. ഡ്രോയിങ് പെൻ കേസ്. ഇതൊക്കെ ടോയ്സ് ആണ് കേട്ടോ. കുട്ടികളുടെ കളിക്കുന്ന സാധനങ്ങളൊക്കെ ഉണ്ട് ഭാഗത്ത്. അതല്ലേ സ്പൈഡർ പാൻ വെടി വയ്ക്കണല്ലേ. വരെ സ്പൈഡർ പാൻ. ഓട്ടോറിക്ഷ നോക്കാം, അടിപൊളി ഉണ്ടോ. ഓട്ടോ കണ്ടോ, ഇതിലൊരാളൊക്കെ ഇരുന്നിട്ട് പോകണുണ്ടോ ഓട്ടോയിൽ. ഓക്കേ, ഇതൊക്കെ തവയും ദോശക്കല്ലും തവയും അപ്പച്ചട്ടിയും ഇതാ നോക്ക്, കണ്ണാടികളും അല്ലേ, അതൊക്കെയാണ് ഈ ഭാഗത്ത്. അപ്പോൾ ഈ ഭാഗത്തൊക്കെ കുത്താമ്പുള്ളി കൈത്തറിയൊക്കെ വിൽക്കുന്നതാണ് കേട്ടോ. ഹോൾസെയിൽ വിലയിലൊക്കെയാണെന്ന് എഴുതി വെച്ചിട്ടുണ്ട്. പിന്നെ കൈത്തറി തോർത്ത് 4 200 രൂപ, അതൊക്കെയാണ് ഈ ഭാഗത്ത് കേട്ടോ. ഒരുപാട് തിരക്കുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഐസ്ക്രീം കഴിക്കാൻ വേണ്ടി വന്നിരിക്കുക. അപ്പോൾ ഒരു ഐസ്ക്രീം ആയാലോ. ഫുൾ ഓഫർ, കോംബോ ഓഫർ. പ്ലീസ് കാർഡ് ആൻഡ് ഹെഡ്ഫോൺ. ഡയമണ്ട് ഗ്ലാസ് 5 100 രൂപ. അവിടെ ഫുള്ള് ഓഫറുണ്ടോ. ഓഫർ ഗ്ലാസ്സുകളും മൺഭരണിയും അതും ഇതൊക്കെയാണ് അവിടെ ഈ ഭാഗത്തുള്ളത്. പഴയകാല മൺഭരണികൾ 50 രൂപ, 100 രൂപ, 150 രൂപ, 200 രൂപയൊക്കെയാണ്. തമിഴ്നാടൻ ഗ്ലാസ് 7 100 രൂപ. ഭരണികളൊക്കെ അടിപൊളി ഭരണികളാണ്. ഉപ്പൊക്കെ ഇട്ട് വെക്കാൻ അടിപൊളി, നല്ല ഭംഗിയുള്ള പ്ലേറ്റുകൾ. അതെ, ഈ
ഭാഗത്ത് വാട്ടർ ബോട്ടിലുകൾ, 100 രൂപൻ്റെ വാട്ടർ ബോട്ടിലുകൾ. ചോപ്പറാണത്, ചോപ്പർ. കറണ്ട് വേണ്ട, ബാറ്ററി വേണ്ട, ചാർജ് വേണ്ട കേട്ടാ. എന്താ ചെറിയ മൈന്യൂട്ടായിട്ടുള്ള പൊടികളും ഡസ്റ്റുകളും ക്ലീൻ ആക്കിയിട്ട് കേട്ടാ. കൊള്ളല്ലേ? ഡസ്റ്റിലാക്കിയിട്ട് പോകാം. ഇത് കമ്പിയല്ല ചേട്ടാ, കമ്പി എന്ന് വെച്ചാൽ പൊട്ടിക്കളഞ്ഞ ഏത് കളറാണ്? 180. ചാർജ് ചെയ്തിട്ട് വേണം ചെയ്യാൻ വേണ്ടി. 1 മണിക്കൂർ ചെയ്താൽ മതി. 1 മണിക്കൂർ നമ്മളെ വീട്ടിലേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഗ്യാസ് യൂസ് ചെയ്യുന്ന വെച്ചാൽ മൊബൈൽ എടുക്കാൻ വേണ്ടി ഇത് മേലക്ക് തട്ട ഇതിങ്ങനെ ഇതാക്കും. മേലത്തെ പട്ടം അമത്തിയാൽ മതി. അപ്പോൾ ഏത് കളർ വേണം? വാങ്ങണല്ലോ. അത് മതിയോ? അത് മതി. എത്രയാണ് റേറ്റ്? എത്രയാണ് പറഞ്ഞത്? റേറ്റ് എത്രയാണ്? 180. 180. കമ്മിയില്ലേ? ഓൺലൈനിൽ 250. ശരിയാണ്. നോക്ക് കേട്ടോ, കച്ചവടം ഇല്ലാത്ത 200 രൂപ കിട്ടും. കയ്യ വാറ കൊടുക്കാൻ വേണ്ടി. ഇതാണ് കേട്ടോ 4 കട്ട ചാർജ് അടിയിൽ കാക്ക മേലക്കാക്കി അത് ഇങ്ങനെ ഓണാവില്ലേ? എന്നിട്ട് ഇതിൽ അമത്തിയാൽ മതില്ലേ? ഇവിടെ ആയിക്കഴിഞ്ഞാൽ ഓക്കെ. ഒന്ന് വാങ്ങല്ലേ? ഭാഗത്തൊക്കെ കുലുക്കി സർബത്തൊക്കെ ഉണ്ട്. കുലുക്കി സർബത്തുകളൊക്കെയാണ് ഈ ഭാഗത്ത് കിട്ടുന്നത്. പിന്നെ ഫ്രഷ് ജ്യൂസുകളൊക്കെ ഉണ്ട് കേട്ടോ. മാങ്ങ, ഓറഞ്ച്, ആപ്പിൾ ജ്യൂസുകൾ എല്ലാം കിട്ടും. ഇവിടെ കുലുക്കി സർബത്ത്. പേരക്കയാണ് കേട്ടോ. നമ്മുടെ പേരക്കയാണത്. പേരക്ക കുലുക്കി സർബത്ത്. ഗ്ലാസ് പൊട്ടില്ല. ഓക്കേ, പേരക്ക സർബത്ത്. സോ വാങ്ങിക്കോ. 210. ഹാപ്പി ആകുമ്പോൾ വേണം. അതൊക്കെ നമുക്കിങ്ങനെ വെക്കാൻ പറ്റിയതില്ലേ? നല്ല തിരക്കുണ്ട്. നടന്നിട്ട് എത്തുന്നില്ല കേട്ടോ. ഒരുപാട് സ്റ്റാളുകളാണ് ഈ എക്സിബിഷനിൽ നമുക്ക് കാണാൻ പറ്റുന്നത് കേട്ടോ. ഒരുപാട് സ്റ്റാളുകൾ. എത്ര നടന്നാലും അങ്ങ് അറ്റം എത്തുന്നില്ല. തൃശ്ശൂർ പൂരത്തിൻ്റെ പെയിൻറ്റിങ് ഫുള്ള് പെയിൻറ്റിങ് ആണ്. ഗണപതിൻ്റെ പൂച്ചട്ടികൾ. നേരെ പോവാം. എങ്ങനെയുണ്ട് എക്സിബിഷൻ? നടന്ന് മതിയായിട്ട് സീര കഴിഞ്ഞ് ഈ ഭാഗത്ത് എത്തുമ്പോഴേക്കും ഇനിയിപ്പോൾ കുറച്ചും കൂടി പോകണം കേട്ടോ. നമുക്ക് വെളിയിലെത്താൻ വേണ്ടിയിട്ട് അതിൽ കൂടെ കറങ്ങിയിട്ട് വേണം പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ ഈ കുറച്ച് കടകളൊക്കെ കഴിഞ്ഞ് തിരിച്ച് ഇവിടെ വരുന്ന സമയത്ത് ഇവിടെ കണ്ടില്ല കേസ് വെള്ളം കൊണ്ട് നല്ല ലൈറ്റ് അറേഞ്ച്മെൻ്റൊക്കെ വെച്ചിട്ട് ചെയ്തിരിക്കണമല്ലോ. അപ്പോൾ അവിടെ നിന്ന് എല്ലാവരും ഫോട്ടോസൊക്കെ എടുക്കാൻ കേട്ടോ. അപ്പോൾ നമുക്ക് ആ വഴിയാണ് പോകേണ്ടത്. അപ്പോൾ നമുക്ക് നേരെ ഈ റൗണ്ട് അടിച്ചിട്ട് വേണം പോകാൻ വേണ്ടിയിട്ട് അല്ലേ? പോവാ.
പങ്കെടുക്കാൻ പോവാണ്. ഞാൻ കേൾക്കുന്നത് ഇവിടെ ആൾക്കാ GJ Golden Diamond. GJ Golden Diamond. Candy, cotton candy. ഈ ഭാഗത്ത് മൂൺ വാക്ക്. നമ്മൾ പൂരം എക്സിബിഷന് വന്നു കഴിഞ്ഞാൽ അവിടെ ഗുരുവായൂരും ദേവസ്വത്തിൻ്റെ ഒരു എന്താ പറയുക ആനകളും ഭഗവാന്റെ ഓരോ പ്രതിമകളും കാര്യങ്ങളും പിക്ചറുകളും ഒക്കെ അവിടെ പ്രദർശിപ്പിക്കുന്നുണ്ട് കേസ്. അതിൻ്റെ ഫ്രണ്ടിൽ തന്നെ ഒരു വലിയൊരു ഗരുഡൻ്റെ ഇതൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് നമ്മൾ ഇറങ്ങുന്നതിൻ്റെ അവിടെയാണ് കേട്ടോ, എൻട്രൻസിൻ്റെ അവിടെയാണ് കേട്ടോ. നമ്മളെല്ലാം കണ്ടിട്ട് തിരിച്ചിറങ്ങുന്നതിൻ്റെ എൻട്രൻസിൻ്റെ ആ ഭാഗത്താണിത്. പിന്നെ ഇവിടെ ഒരു ഹോട്ടലൊക്കെ ഉണ്ട്, എക്സിറ്റിൻ്റെ അവിടെയാണ്. ഇതാ ഞങ്ങൾ നമ്മുടെ തൃശ്ശൂർ പൂരം എക്സിബിഷൻ കാണാൻ വേണ്ടിയിട്ട് വന്നാണ്ട് കാശ് വമ്പൻ തിരക്കാണ് ഇവിടെ കേട്ടോ. ഞങ്ങൾ പൂരത്തിന് അവിടെയൊക്കെ പോയി എക്സിബിഷൻ സെൻറ്ററിൽ അവിടെയൊക്കെ ഹാളിലൊക്കെ പോയിട്ട് തിരിച്ച് വന്നിരിക്കുകയാണ് കേട്ടോ. ക്ഷീണിച്ചാകെ വേർത്ത് കുളിച്ചിട്ട് വന്നിരിക്കുകയാണ്. നല്ല ക്രൗഡാണ് കേസ്. ഇന്ന് എന്തായാലും തൃശ്ശൂർ പൂരം 6-ാം തീയതി തൃശ്ശൂർ പൂരമാണല്ലോ. അതിന് മുന്നോടിയായിട്ട് നമ്മുടെ പൂരം എക്സിബിഷൻ കാണാൻ വേണ്ടിയിട്ട് വന്നതാണ് കേട്ടോ. ഫുള്ള് ഈ ഭാഗത്തൊക്കെ പാർക്കിംഗ് സ്ഥലമാണ്. ഇത് ആ ഭാഗത്താണ് കേട്ടോ എൻട്രൻസ് ഒക്കെ വരുന്നത്. അല്ല സൗവൊക്കെ ക്ഷീണിച്ചിട്ട് നിൽക്കുകയാണ്. ഒരുപാട് ഓഫറും കാര്യങ്ങളും നല്ല നല്ല എല്ലാ ഐറ്റങ്ങളും ഇവിടെ കിട്ടുന്നുണ്ട് കേസ്. അപ്പോൾ തൃശ്ശൂർ പൂരം കഴിഞ്ഞാൽ ഒരു മാസം ഇവിടെ ഈ പൂരം എക്സിബിഷൻ സെൻറ്റർ ഉണ്ടാവും. പിന്നെ അടിപൊളി ലൈറ്റ് അറേഞ്ച്മെൻറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് എന്താ പറയുക അടിപൊളിയായിട്ട് എല്ലാ വർഷത്തെയും പോലെ ഈ വർഷവും അടിപൊളിയായിട്ടാണ് ചെയ്ത് വെച്ചിരിക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ ഈ കാണുന്ന ഈ ഭാഗത്തൂടെയാണ് ടിക്കറ്റ് എടുത്തിട്ട് അകത്തേക്ക് പോകേണ്ടത്. ഒരാൾക്ക് 40 രൂപയാണ് കേട്ടോ ചാർജ് വരുന്നത്. അപ്പോൾ കാണേണ്ട കാഴ്ച കാണാനകത്ത് പിന്നെ ഒരുപാട് കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. പാർക്കിങ്ങും കാര്യങ്ങളൊക്കെയാണ് ഈ ഭാഗത്ത്. ആളുകൾ വന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ സമയം ഏകദേശം 7:30 കഴിഞ്ഞു കേട്ടോ കേസ്. അപ്പോൾ നേരെ കാണുന്നത് പാറമേക്കാവ് അമ്പലമാണ് കേട്ടോ. കണ്ടേ അടിപൊളി നല്ല ഭംഗിയിൽ ലൈറ്റൊക്കെ ഇട്ടിട്ട് പാറമേക്കാവ് അമ്പലമാണ് കേട്ടോ കാണുന്നത്. ഞങ്ങളൊക്കെ പോയി അടിപൊളി കണ്ടിട്ട് വന്നിരിക്കാണ്ട് കേസ്.